പത്മനാഭസ്വാമി ക്ഷേത്രം സ്വകാര്യ ഭൂമിയാണെന്ന മുൻവാദം തിരുത്തി രാജകുടുംബം. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പത്മനാഭസ്വാമി ക്ഷേത്രം പൊതുസ്വത്തെന്ന് രാജകുടുംബം. ക്ഷേത്രം സ്വകാര്യ സ്വത്തെന്ന മുൻവാദം തിരുത്തി. ക്ഷേത്രത്തിന്റെ ആസ്തിയിൽ രാജകുടുംബത്തിന് അനുവാദമില്ലെന്നും എന്നാൽ അത് വിഗ്രഹത്തിന്റെ സ്വത്താണെന്നും രാജകുടുംബം സുപ്രീം കോടതിയിൽ. ക്ഷേത്രഭരണത്തിനുള്ള അനുവാദം നൽകണമെന്നും കോടതിയിൽ രാജകുടുംബം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര കേസിൽ സുപ്രീം കോടതി അന്തിമവാദം കേൾക്കുന്നത് ജസ്റ്റിസുമാരായ യു ലളിത്, ഇന്ദു മൽഹോത്ര എന്നിവരുടെ ബെഞ്ച്. ക്ഷേത്രസ്വത്തിൽ അവകാശമില്ലെന്ന ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് തിരുവിതാംകൂർ രാജകുടുംബം സമർപ്പിച്ച അപ്പീൽ ഉൾപ്പെടെ ഒരു കൂട്ടം ഹർജികളാണ് കോടതിയുടെ മുന്നിലുള്ളത്. ക്ഷേത്രസ്വത്തുക്കൾ സംരക്ഷിക്കാനായി മ്യൂസിയം നിർമ്മിക്കണമെന്ന വിദഗ്ധ സമിതി ശുപാർശയും കോടതി പരിഗണിച്ചേക്കും. മനം കവർന്ന് മഹാഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ജനനം മുതൽ മഹാസമാധി വരെയുള്ള മുഹൂർത്തങ്ങൾ കോർത്തിണക്കി കൗമുദി TV ഒരുക്കുന്ന മഹാഗുരു മെഗാ പരമ്പരയുടെ പ്രചരണം 8ാം ദിവസത്തിൽ. ചേളന്നൂർ ശ്രീനാരായണ ഗുരു കോളേജ് അങ്കണത്തിൽ നടന്ന പ്രിവ്യൂ ഷോയിൽ പ്രിൻസിപ്പാൾ വി ദേവിപ്രിയ, ശ്രീനാരായണ സെന്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് പ്രിൻസിപ്പാൾ എം സുരേഷ് ബാബു, ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ PL സാബു എന്നിവരും നൂറുകണക്കിന് വിദ്യാർത്ഥികളും കാഴ്ചക്കാരായി. പിറവം കേൾക്കാൻ ജഡ്ജിമാരില്ല. പിറവം പള്ളിത്തർക്ക കേസിൽ കേൾക്കുന്നതിൽ നിന്ന് 4ാമത്തെ ബെഞ്ചും പിന്മാറി. ജസ്റ്റിസ് ഹരിലാൽ, ജസ്റ്റിസ് ആനി ജോൺ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് പിന്മാറിയത്. പിറവം സെന്റ് മേരീസ് പള്ളിയിൽ ഉൾപ്പെടെ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് 3ാമത്തെ ബെഞ്ച് പിന്മാറിയത്. ജസ്റ്റിസ് CK അബ്ദുൾ റഹീം, ജസ്റ്റിസ് TV അനിൽകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു പിന്മാറിയത്. ജോസിന് ബെഹനാന്റെ മറുപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി കാണുമെന്ന ജോസ് കെ മാണിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ബെന്നി ബെഹനാൻ. രാഹുലിനോട് ഒരു സീറ്റ് പോലും ആരും ചോദിക്കില്ല. ഇത് സംബന്ധിച്ചുള്ള എല്ലാ ചർച്ചകളും നടക്കുന്നത് കേരളത്തിലാണെന്നും പ്രതികരണം. തിരഞ്ഞെടുപ്പിൽ പാർട്ടി 2 സീറ്റ് ചോദിക്കുമെന്നായിരുന്നു വൈസ് ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രസ്താവന. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ വേണം. ഇക്കാര്യം രാഹുൽ ഗാന്ധിയെ അറിയിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ബെന്നി ബെഹനാന്റെ മറുപടി. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് 2 സീറ്റ് വേണമെന്ന ജോസഫ് വിഭാഗത്തിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്ത് പാർട്ടി ചെയർമാൻ KM മാണി. പാർട്ടി മത്സരിക്കുന്ന നിലവിലെ സീറ്റിനെ കൂടാതെ ഒരു സീറ്റ് കൂടി വേണമെന്ന ആവശ്യം. ഏത് സീറ്റ് നൽകിയാലും സ്വീകരിക്കുമെന്നും മാധ്യമങ്ങളോട് KM മാണി. അയോധ്യയിൽ കേന്ദ്രം കോടതിയിൽ. അയോധ്യയിലെ തർക്കഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി തേടി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതായി BJP MP സുബ്രഹ്മണ്യം സ്വാമിയുടെ വെളിപ്പെടുത്തൽ. തർക്കത്തിൽപ്പെടാത്ത 67 ഏക്കർ ഭൂമി എത്രയും വേഗം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്രം സുപ്രീം കോടതിയിലെത്തിയത്. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗുമായി കഴിഞ്ഞ ദിവസം താൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും സുബ്രഹ്മണ്യം സ്വാമി. രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി തേടി പ്രതിരോധ സെക്രട്ടറിയാണ് സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി നൽകിയത്. രാമക്ഷേത്ര നിർമ്മാണം മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ തുടങ്ങണമെന്ന് RSS ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നതിനിടയിലാണ് ക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി തേടി കേന്ദ്ര പരമോന്നത കോടതിയിൽ എത്തിയത്. ചൈത്രയ്ക്ക് ക്ലീൻ ചിറ്റ്. തലസ്ഥാനത്തെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയ മുൻ DCP ചൈത്ര തെരേസ ജോണിന്റെ നടപടി സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. സംസ്ഥാന പോലീസ് മേധാവി മുഖ്യന് കൈമാറിയ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി ശുപാർശകളില്ല. വിഷയത്തിൽ അന്വേഷണം നടത്തിയ ADGP മനോജ് എബ്രഹാം ഇന്നലെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. ചൈത്ര തെരേസ ജോൺ ഒപ്പമുണ്ടായിരുന്ന മെഡിക്കൽ കോളേജ് CI എന്നിവരിൽ നിന്നെല്ലാം IG-യുടെ ചുമതല വഹിക്കുന്ന ADGP മനോജ് എബ്രഹാം വിശദീകരണം തേടിയിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതികൾ പാർട്ടി ഓഫീസിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്നാണ് ചൈത്ര നൽകിയ വിശദീകരണം. മുഖ്യപ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പെട്ടെന്നുള്ള തീരുമാനമെന്നും വിശദീകരണത്തിൽ പരാമർശം. കഴിഞ്ഞ 24-ന് രാത്രിയിലായിരുന്നു റെയ്ഡ്. അടുത്ത ദിവസം തന്നെ കോടതിയെ റെയ്ഡ് വിവരങ്ങൾ ചൈത്ര അറിയിച്ചിരുന്നു. നടപടികളെല്ലാം പാലിച്ചുള്ള പരിശോധന ആയതിനാൽ കടുത്ത നടപടിയൊന്നും ഉദ്യോഗസ്ഥയ്ക്കെതിരെ എടുക്കാനാവില്ല. എന്നാൽ ചൈത്രയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.